ഹായ് കൂട്ടുകാരെ, KL വേൾഡ് വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചവറയിലാണ്. ചവറയിൽ നമ്മൾ എത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമണ്ണ് എടുക്കാനാണ്. കരിമണ്ണ് എടുക്കുന്ന ഗോഡൗണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കരിമണ്ണ് ഇവിടെ നിന്ന് നേരെ എടുക്കുക, നേരെ തൂത്തുക്കുടിക്ക് പോവുകയാണ്. തൂത്തുക്കുടിയിൽ ഇത് അൺലോഡ് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ ടൈറ്റാനിയത്തിനടുത്ത് ചവറയിലാണ് ഇതിൻ്റെ ഫാക്ടറി ഉള്ളത്. നമ്മളിവിടുന്ന് കാലിക്ക് വേബ്രിഡ്ജ് തൂക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നമ്മൾ ഈ തൂക്കുന്ന വേബ്രിഡ്ജ് കടൽ മണ്ണൊക്കെ തൂക്കുന്നതാണ്. കടൽ മണ്ണ് ഇവിടെ ചെറിയ വണ്ടിയിൽ RV ടിപ്പറിനകത്ത് ഒരുപാട് അടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ആണെന്ന് കരുതി നമ്മൾ അങ്ങോട്ട് ആദ്യം വണ്ടി കയറ്റി. നമ്മളിവിടെ ഫസ്റ്റ് ടൈം വേണ്ട, നമുക്ക് വലിയ പിടുത്തമില്ല. അപ്പോൾ പക്ഷേ നമ്മുടെ വണ്ടിയുടെ വേബ്രിഡ്ജ് MTക്ക് തൂക്കുന്നത്, കാലിക്ക് തൂക്കുന്നത് അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു. ഒരു വണ്ടിക്കാരൻ വന്നപ്പോൾ വണ്ടിക്കാരനാണ് പറഞ്ഞത് അപ്പുറത്തെ സൈഡിലാണ്, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇത് ചെറിയ വണ്ടികൾ തൂക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ടണ്ണേജ് കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ അപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത്. കരിമണ്ണിൻ്റെയൊക്കെ അപ്പുറത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ കടൽ മണ്ണല്ലേ കയറ്റുന്നത്. അപ്പോൾ നമുക്ക് കരിമണ്ണ് കയറ്റാൻ വേണ്ടി പോകാം ഇവിടുത്തെ 2 വളവ് കഴിയുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം വേബ്രിഡ്ജ്. അവിടെയൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മണ്ണൊക്കെ കൂട്ടിയിട്ടേ നമുക്ക് കാണാം. ഒരു തെങ്ങിൻ്റെ ഹൈറ്റിനേക്കാൾ കൂന കൂട്ടിയിട്ടേക്കാണ് കണ്ടില്ലേ, ഇതെല്ലാം കടൽ മണ്ണാണ്. തെങ്ങിനേക്കാൾ മുകളിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടൽ മണ്ണല്ല വേണ്ടത്, നമുക്ക് കരിമണ്ണാണ്. നമ്മൾ പോവുകയാണ് ഒരു ചേട്ടൻ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്, അതാ വേബ്രിഡ്ജ് അങ്ങോട്ട് കയറ്റിക്കോളെ. അപ്പോൾ വണ്ടി വേബ്രിഡ്ജിൽ കാലിക്ക് തൂക്കിയിട്ട് മെയിൻ ഗേറ്റിൻ്റെ അവിടെ പോയി കിടക്കുകയാണ്. അകത്തോട്ട് കയറണമെങ്കിൽ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് നമ്മൾ സൈനൊക്കെ ചെയ്ത് പാസ് മേടിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. അപ്പോൾ നമ്മൾ വേബ്രിഡ്ജിൻ്റെ അടുത്തെത്തി നമ്മൾ ലോഡും പുറത്തും ഇവിടെ തന്നെയാണ് തൂക്കുന്നത്. നമ്മൾ ആദ്യം കാലിക്ക് കയറ്റി തൂക്കുകയാണ് കാലിക്ക് കയറ്റി തൂക്കിയിട്ട് കമ്പനിക്കകത്ത് കയറി നമ്മൾ ലോഡ് എടുത്തിട്ട് വന്നിട്ട് MTക്കും ഇതേ രീതിയിൽ യൂട്ടണടിച്ച് ഇപ്പോൾ നമ്മൾ കയറ്റുന്ന അതേ രീതിയിൽ തന്നെ ലോഡും പുറത്തും നമ്മൾ വെയിറ്റ് നോക്കി ടണ്ണേജ് കറക്റ്റാണോ, കാലിക്ക് ലോഡും പുറത്തും ലോഡ് എത്ര കയറിയിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്ത് ബില്ലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേബ്രിഡ്ജ് തൂക്കി കഴിഞ്ഞ് നേരെ കമ്പനിയുടെ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഇതാണ് മെയിൻ ഗേറ്റ്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് അവിടെ ഇറക്കി ചെന്ന് നമ്മളെ വണ്ടി നമ്പരും പേരും ലൈസൻസ് നമ്പരെല്ലാം പറഞ്ഞ് അവിടെ പാസ് എഴുതി നമ്മൾ നേരെ അകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലോഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇന്ന് തന്നെ നൈറ്റ് തന്നെ ഓടി തൂത്തുക്കുടി ചെന്നിട്ട് തൂത്തുക്കുടിയിൽ നിന്ന് ലോഡ് ഇറക്കിയിട്ട് നേരെ നമ്മുടെ തിരുനെൽവേലി പോയി അവിടുന്ന് സിമെൻ്റ് എടുത്തുകൊണ്ട് അടുത്ത ലോഡ് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് കരിമണ്ണ് എടുത്തുകൊണ്ട് വരുന്ന വണ്ടികളാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ വണ്ടികളെല്ലാം ലോഡ് എടുത്തിട്ട് പോവുകയാണ്. നമ്മൾ ലോഡ് എടുക്കാൻ കയറുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളും അകത്ത് കയറിയതിന് ശേഷം ലോഡായിട്ട് വെളി വന്ന് ഒന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ പോരായ്മകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലോഡ് എടുത്ത് വെളി വന്നപ്പോൾ ഈ പുറകെ കിടക്കുന്ന വണ്ടിയുടെ ഡ്രൈവർമാർ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളങ്ങനെ എല്ലാം കയറ് കെട്ടി ടാർപ്പിട്ട് സെറ്റ് ചെയ്ത് മണ്ണ് ഒരുപാട് ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ലീക്ക് ആവുന്നിടത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് അവിടെ തന്നെ ഇരിക്കും, മെൽറ്റായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ അത് ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു, നല്ല രീതിക്ക് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ലോഡ് കയറിയപ്പം തന്നെ അവിടെ നിന്ന് ഡ്രൈവർമാരിനോട് പറഞ്ഞു ഇതുപോലെ ലീക്ക് ഉണ്ടാവും, ഗ്യാപ്പ് ചെറിയൊരു നൂലിൻ്റെ ഒരു മുടിയുടെ അത്രയും ഗ്യാപ്പ് വന്നാലും അതുവഴി ഷർറെന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ക്യാരംസ് പൊടിയുടെ കൂട്ട് ചെറിയ നൈസ് പൊടിയാണ്, ചെറിയ ഗ്യാപ്പ് മതി പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം വെള്ളം ഒഴിച്ച് നമ്മൾ അത് കട്ടയാക്കുക അല്ലെങ്കിൽ മെൽറ്റാക്കുക എന്നാണ് എൻ്റെ ഒരു പോകാൻ വഴി. ഇല്ലെങ്കിൽ ലോഡ് കയറുന്നതിന് മുമ്പ് തന്നെ ഗ്യാപ്പൊക്കെ അടയ്ക്കണം നമ്മൾ മാക്സിമം എല്ലാ ഗ്യാപ്പും അടച്ചായിരുന്നു. പിന്നെ ചെറിയ നൂല് ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ മേടിച്ചതിന് ശേഷം നേരെ ഓടി വന്നപ്പോൾ സൊറണ്ട റോഡിൽ നമ്മൾ നല്ല പ്രകൃതി രമണീയമായ ഈ സ്ഥലം കണ്ടപ്പോൾ ഒന്ന് നിർത്താൻ തോന്നി, ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിവിടെ നിർത്തി. ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അടിപൊളി ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട്, തെങ്ങും തോട്ടവും വയലും ഒക്കെ ആയിട്ട് അടിപൊളി സെറ്റാണ്, ഒരു രക്ഷയില്ല ഇവിടുത്തെ വ്യൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുവഴി വരികയാണെങ്കിൽ ചെങ്കോട്ടയിൽ നിന്നും നമ്മുടെ ആലംകുളം ചെന്നിറങ്ങുന്ന റോഡാണ് ഇത്, സുറണ്ട വഴി. ഇവിടെ ഫുള്ള് പച്ചക്കറിയും കൃഷികളൊക്കെയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇനി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളവിടെ നിർത്തി ഒരു ചായ കുടിക്കാൻ വേണ്ടി റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ നല്ലൊരു ബെൻഡാണ്, അപ്പം വണ്ടി നല്ല ബെൻഡായി വേണം വരാൻ.
നമ്മൾ ലോഡും കൊണ്ട് ഇതുവഴിയാണ് പോകുന്നതും വരുന്നതെല്ലാം. കരിമണ്ണ് കൊണ്ട് നമ്മളിപ്പം പോകുന്നത് ഇതുവഴിയാണ്. നമുക്ക് പോകേണ്ട റൂട്ട് എന്ന് പറയുന്നത് കുറ്റാലം വഴി കടയം വഴി കയറിപ്പോയാൽ ഒരുപാട് ഹമ്പുകളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. ഒരു 4-5 കിലോമീറ്റർ ഒഴിവാക്കാം. പിന്നെ ആ റൂട്ട് പകൽ നമുക്ക് പോകാൻ സാധിക്കില്ല. കാരണം അവിടെ ടൗൺ ഏരിയയിൽ പകൽ ലോഡും വണ്ടി കയറ്റി വിടത്തില്ല. രാത്രി വേണം ഓടി നിൽക്കാൻ. നമ്മൾ പകൽ ഓടി വന്നതുകൊണ്ടും നമ്മൾ ഈ റൂട്ട് സെലക്ട് ചെയ്ത് ഇതുവഴി ഇങ്ങ് പോരുന്നതാണ് കേസ്. അപ്പം ലോഡ് കയറ്റി വണ്ടി അങ്ങോട്ടും പോകുന്നുണ്ട്. ശങ്കറിൻ്റെ കമ്പനിയിൽ നിന്ന് ലോഡ് കയറ്റി ലോഡും വണ്ടികൾ പോകുന്നുണ്ട്. ബസ്സൊക്കെ വരുന്നുണ്ട്. റൂട്ട് ബസ് റൂട്ടാണിത്. അടിപൊളി റൂട്ടാണ് ഗൈസ്. നിങ്ങളൊക്കെ ഈ വഴി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വഴി സെലക്ട് ചെയ്യണം. ഈ വഴി തെങ്കാശി ടച്ച് ആവാതെ, പാവച്ചത്രം ടച്ച് ആവാതെ നേരെ ചെങ്കോട്ടയിൽ നിന്നും ആലംകുളം ചാടി തിരുനെൽവേലിക്ക് പോകുന്ന റൂട്ടാണിത്. ചെങ്കോട്ട കഴിഞ്ഞ് തെങ്കാശിക്കും തിരുനെൽവേലിക്കും ഇടയിൽ പാവച്ചത്രം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസിന് മണ്ടയിലൂടെ ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ടാണ് ഗൈസ്. അതുവഴി നമ്മുടെ ലോഡ് വണ്ടികളൊന്നും വിടാത്തത്. കാലിക്കായാലും ലോഡ് ആയാലും നമ്മൾ ഇതുവഴിയാണ് സെലക്ട് ചെയ്യുന്നത്. സുരണ്ട വഴിയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞാൽ നമ്മൾ ഇതുവഴി പോകുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ തൂത്തുക്കുടി നമ്മുടെ ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. തൂത്തുക്കുടിയിൽ ഒരു 4-5 വണ്ടികൾ കൂടുതലുണ്ടായിരുന്നു ഞാൻ വന്നപ്പം. 2-3 വണ്ടികളകത്ത് കയറി. അപ്പോൾ എല്ലാ വണ്ടികളും ഒരു ദിവസം തന്നെ ലോഡ് ഇറക്കി വിടും. അതുകൊണ്ട് നമുക്ക് ഹാൾട്ടോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും കാണത്തില്ല. പിന്നെ ഇവിടെ ഫാക്ടറിയിൽ കുറച്ച് സ്ട്രിക്റ്റാണ്. നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ആയിരിക്കണം. നമ്മുടെ ലൈസൻസും കാര്യങ്ങളും എല്ലാം കോപ്പി എടുത്ത് അവിടെ സെക്യൂരിറ്റിയെ കൊണ്ട് കാണിച്ച് വേണം നമുക്ക് പാസ് എടുക്കാൻ. അതിനുശേഷം നമ്മുടെ ഫോൺ വരെ നമുക്ക് സെക്യൂരിറ്റിയുടെ അവിടെ കൊടുത്തിട്ട് വേണം അകത്ത് എൻട്രി ചെയ്യാൻ. ഇവിടെ ഫോണൊന്നും അലോഡും അല്ല. നമുക്ക് ഫോണകത്ത് കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അകത്ത് കയറാൻ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ക്യാബിനകത്ത് സെക്യൂരിറ്റി കയറി എന്തെങ്കിലും നിരോധിത ഉൽപ്പന്നങ്ങളോ വീഡിയോ സിഗരറ്റോ എന്തുണ്ടെങ്കിലും അവരത് എടുക്കുന്നതായിരിക്കും. ഒന്നും നമ്മുടെ വണ്ടിയിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ ഈ കമ്പനിയുടെ വിശേഷങ്ങൾ. ഇവിടെ വരുന്നവർ ആഹാരമായിട്ട് വേണം നമ്മൾ ഈ ഫാക്ടറിയിൽ വരാൻ. അതുകൊണ്ട് തൂത്തുക്കുടി കരിമണ്ണ് ഇറക്കാൻ വരുന്നവർ സൂക്ഷിക്കുക.